ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു അടിപൊളി ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കനാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ വേണ്ടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഫുൾ ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ സ്കിന്നൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഫുൾ ചിക്കൻ എടുക്കുമ്പോൾ സ്കിന്നോട് കൂടിയുള്ള എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ കഴുകിയെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫോർക്കായിട്ട് കുത്തി കൊടുക്കണ ഇഷ്ടമല്ല പറ്റൂല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ടൊന്ന് എല്ലാ സൈഡിലും ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല ഒന്ന് ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫോർക്കൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് കുത്തി കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം എരിവില്ലാത്തത് കൊണ്ടാണ് 10-12 എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, ഒരു ചെറിയ ഇഞ്ചിയുടെ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ മല്ലിച്ചപ്പ് എടുത്ത അതേ അളവിൽ തന്നെയാണ് പുതിന എടുക്കേണ്ടത്. ഈ ഒരു ചിക്കൻ റെസിപ്പി അങ്ങനത്തെ ആയതുകൊണ്ടാണ് കറക്റ്റ് അളവിൽ തന്നെ മല്ലിച്ചപ്പ് എടുത്ത് അതേപോലെ തന്നെ പുതിന എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ തന്നെ വേണം നമ്മളിത് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാന് ഈ ചിക്കനൊക്കെ കൊള്ളുന്ന പാകത്തിനുള്ള പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുണ്ടാക്കിയെടുക്കാം. ഏറ്റവും സിമ്പിൾ അതിലുണ്ടാക്കിയെടുക്കലാണ്. കാരണം അടിയിൽ പിടിക്കാതൊക്കെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഈ ചിക്കൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ ഇല്ലാതെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ മാത്രം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുക്കർ എടുത്താലും നമുക്ക് അടിയിൽ പിടിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മാത്രം പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 ടീസ്പൂണോളം മന്തി മസാല തന്നെ വേണമെന്നില്ല, അറബിക് സ്പൈസിലുള്ള ഏത് മസാല പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ മന്തി മസാല ഉള്ളതുകൊണ്ട് ഞാൻ മന്തി മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു 2.5 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ചിക്കൻ ഇല്ലേ അത് നമ്മൾ ഈ മസാലയിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചിക്കൻ്റെ കൂടെ കിട്ടുന്ന ലിവറും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാല ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂറിൽ കൂടുതൽ വെക്കാം. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു ഓവർനൈറ്റ് മുഴുവൻ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മസാലക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ സമയത്തിൻ്റെ കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ മാഗി ക്യൂബ് നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. മാഗി ക്യൂബ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളതും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നിർബന്ധമായിട്ടും മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുക്കറിലായത് കൊണ്ട് തന്നെ നമുക്ക് ഉള്ളൊക്കെ നല്ല വേവണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വിസിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലത് രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ലോ ഫ്ലെയിമിൽ വിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഊരിയിട്ടൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ മുഴുവനും കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഐഡിയ പോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് തിരിച്ചു മറിച്ചിടുന്ന സമയത്ത് 2 സ്പാച്ചില വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ തിരിച്ചു മറിച്ചിടാൻ. ഒരു ചട്ടകൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുക്കറോട് തന്നെ മേൽക്ക് മറിഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ട് 2 ചട്ടകം വെച്ച് തിരിച്ചും മറിച്ചും ചെയ്തെടുക്കണം. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. കാരണം നമ്മൾ ഈ തിരിച്ചു മറിച്ചിടുന്ന ഈ ഒരു ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാനൊരു 10-20 കാഷ്യൂ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നേ ഇട്ട് വെക്കുക. അതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ മറ്റേ കാഷ്യൂ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുഴുവനായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം അത് ഏകദേശം ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചിക്കൻ ഒരു ഏകദേശം വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കാഷ്യൂവിൻ്റെ ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ ഒക്കെ റെഡിയാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ ഫുള്ള് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ കാഷ്യൂവിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം റെഡ് ഫുഡ് കളർ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. കളർ ആഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല, പക്ഷെ കാണാനൊരു ഭംഗി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറും നെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടീസ്പൂണോളം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതും സ്കിപ്പ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. കുക്കർ അടിയിൽ പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും പിന്നെ ചെറിയൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. നമ്മൾ ഈ മസാല ഒക്കെ റെഡിയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടായിരിക്കും. അപ്പോൾ അത് ആ സംഭവം ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ എണ്ണയും കാര്യങ്ങളൊക്കെ തെളിഞ്ഞിങ്ങനെ വരൽ തുടങ്ങും. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുക്കറൊക്കെ അടുക്കി പിടിച്ച് ആകെ സംഭവം പാളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ മസാലയുടെ സംഭവം നമ്മൾ ചിക്കൻ്റെ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്തൊക്കെ അടിയിൽ നിന്ന് കോരിയിട്ട് മേലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. നല്ലോണം എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. കുക്കറൊന്നും അടിക്ക് പിടിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഈ ചിക്കൻ കൊള്ളുന്ന പാത്രമായിരിക്കണം, നമുക്ക് തിരിച്ചു മറിച്ചിടാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു പാത്രത്തിലായിരിക്കണം കേട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ കുക്കർ എടുത്താലും കുഴപ്പമില്ല, കുക്കറിലാണല്ലോ ഇപ്പോൾ ഞാൻ കാണിച്ചത്, നോൺ സ്റ്റിക്ക് ഒന്നല്ല. പക്ഷേ അതൊരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് നല്ല പൊറാട്ട, ചപ്പാത്തി, പത്തിരി, ഇതിൻ്റെ കൂടെയൊക്കെ അത് അടിപൊളിയായിട്ട് സ്യൂട്ടാവുന്നൊരു അടിപൊളി സംഭവം തന്നെയാണ്. മാത്രമല്ല നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തെടുക്കാം. പക്ഷേ നല്ല തിക്കോട് കൂടിയിട്ടുള്ളൊരു അടിപൊളി മസാല ഉള്ളൊരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുൾ ചിക്കൻ റെസിപ്പി തന്നെയാണ്. അതേസമയം ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നാളെ കാണാം. ടാറ്റാ.